നന്ദന മുന്നോട്ട് വന്നു നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട്. ആയോണ്ടാണോ എന്നറിയില്ല, രതീഷിന്റെ ഒരു ഫീമെയിൽ വേർഷനിലായിട്ടാണ് എനിക്ക് നന്ദനേനെ തോന്നിയത്. ജാൻമണിയുടെ പ്രാഗല്, പിന്നെ ജാസ്മിന്റെ പേഴ്സണൽ ഹൈജീൻ, പിന്നെ കിച്ചണിലെ ഹൈജീൻ, ഇതെല്ലാം എടുത്തിടുന്നുണ്ട്. ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ച് പറയേണ്ട സ്ഥലത്ത് ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്, അല്ലാതെ ഹൈജീൻ ഒന്നും എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് പിന്നീട് ജാസ്മിൻ വന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രീരേഖ കിച്ചണിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ചേച്ചി അല്ല എന്ന് പറയുന്നുണ്ട്. ജിൻഡോ കള്ളം പറയുന്നത് നിർത്തണമെന്ന് നന്ദന പറയുന്നുണ്ട്. അർജുന് ചിരിയും പൊക്കവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്, വേറെ ഒരു ഗെയിമും കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ വളവളാഹം പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നന്ദന. ഇവിടം വരെ എനിക്ക് മനസ്സിലായുള്ളൂ. എനിക്ക് കാര്യമായിട്ട് വേറെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഒരു ഇളക്കക്കാരിയാണ്, എനിക്ക് ഒരു ഓവർ സ്മാർട്ട് ഒക്കെ ആയിട്ട് തോന്നി. ലാലേട്ടന് പോലും കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് നന്ദന കൊടുത്തില്ല, പിന്നെയാണ് അവിടെ ഉള്ളവർക്ക്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇംപ്രഷൻ തന്നില്ല നന്ദന. ഇത് കഴിഞ്ഞ് അഭിഷേക് ജയദീപ് മുന്നോട്ട് വന്നൊരു കാര്യം പറയുന്നുണ്ട് മക്കളെ. സെക്ഷൽ അസോൾട്ടിനെ പിച്ചി ഞുള്ളി എന്ന് പറഞ്ഞത് യൂസ് ചെയ്യരുത്, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അങ്ങനെ വെറുതെ ആരോപിക്കുന്നതും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതുകൊണ്ട് കാര്യമുള്ള കാര്യത്തിന് മാത്രം സെക്ഷൽ അസോൾട്ടിനെ യൂസ് ചെയ്യുക. പ്രേക്ഷകർ പൊട്ടന്മാരല്ല, എല്ലാം അവർ കാണുന്നുണ്ട്. ഇത് പൊളിയായിരുന്നു കേട്ടോ. അത് അഭിഷേകിന്റെ ഒരു ഡിസ്ക്ലെയിമർ ആയിരുന്നു, പൊളിച്ചടിക്കുക. അവിടെയുള്ള പല സ്ത്രീ കണ്ടസ്റ്റൻസും ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ലാതെ. ജിൻഡോ ബാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് നോറ യൂസ്ലെസ് ആണ് എന്ന് പറയുന്നുണ്ട് അഭിഷേക് ജയദീപ്. ജിൻഡോ ഒരു നല്ല എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ട്. ജാൻമണിയുടെ മറ്റേ പ്രാഖിനെ കുറിച്ച് എല്ലാരും പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ജയദീപും പറയുന്നുണ്ട്. അപ്സര ഫേവറേറ്റ് ആണ് എന്നും പറഞ്ഞു. റസ്മിൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എന്ന് പറഞ്ഞു. ജിൻഡോയെ എടാ വാഡോ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനൊക്കെ നല്ലത് കൊടുത്തു അഭിഷേക് ജയദീപ്. ശ്രീത്തുവും യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞു. ക്യൂട്ട്നെസ് മാത്രമല്ല, ഗെയിം ഇല്ല എന്നും പറഞ്ഞു. പിന്നെ ഋഷി ജെനുവിൻ ആണ്, പക്ഷെ ബി മെറ്റീരിയൽ അല്ല എന്ന് അഭിഷേക് ജയദീപ് പറയുന്നുണ്ട്. അൻസിബയ്ക്ക് എല്ലാരെയും പേടിയാണ്, സ്റ്റേഡി കാറ്റ് ആണ് എന്ന് അഭിഷേക് ജയദീപ് പറയുന്നുണ്ട്. ജാൻമണി ശപിക്കുന്നത് കേട്ടിട്ടും അൻസിബ ഒരു വാക്ക് മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്താക്കുമെന്ന് പേടിച്ചിട്ടാണോ അൻസിബ മിണ്ടാതിരുന്നത് എന്ന് അഭിഷേക് ചോദിക്കുന്നുണ്ട്. അൻസിബേനെ പൊളിച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ അഭിഷേക്. ജബ്രകളെ കുറിച്ചും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അഭിഷേക് ജയദീപ് ഒരു പൊളിക്കും കേട്ടോ. ഈ രണ്ട് അഭിഷേകുമാരും ഒരു അഭിഷേകം നടത്താൻ പോവുകയാണ് ആ ഒരു ഹൗസിൽ. ഒരു യുദ്ധം തന്നെ നടത്താൻ പോവുകയാണ്. കാരണം രണ്ടുപേരെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ ഒരു അപ്രോച്ചും രണ്ടുപേരുടെ ആ ഒരു സംസാര ശൈലിയും എല്ലാം പൊളിയാണ്. ഈ രണ്ടുപേരും അതെ. ഈ സീസൺ മിക്കവാറും ഇവരിൽ ഒരാൾ ജയിക്കുമെന്ന് ഞാൻ ഒരു ഏർലി പ്രഡിക്ഷൻ നടത്തുകയാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുമെന്ന്. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.